അപ്പോഴേ ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സ് വീഡിയോ നോക്കിയാലോ. അപ്പോൾ ഞാനിന്ന് ചില്ലി പനീറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടീസ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മിക്സ് ഉണ്ടാക്കി അതിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന പനീറും എടുത്ത് മിക്സ് ചെയ്തിട്ട് ഞാനതൊന്ന് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അത് ഞാൻ വറുത്ത് കോരി മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 സ്പൂൺ സോയാ സോസ്, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇതിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനൊരു പാൻ വെച്ച് നേരത്തെ വറുത്ത എണ്ണയിൽ ഒരു 2 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കൊത്തിയരിഞ്ഞ വെളുത്തുള്ളിയും പിന്നെ ക്യൂബ്സായി കട്ട് ചെയ്ത സവാളയും പിന്നെ ക്യാപ്സിക്കം ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു. ഭയങ്കര കുക്കാവൊന്നും വേണ്ട. അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് എല്ലാം ഒഴിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പനീർ ക്യൂബ്സ് അതിലിട്ടു, ആവശ്യത്തിന് ഉപ്പും പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനായി ഒരു പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. ഒരു കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ടു, പിന്നെ ചതച്ച മിക്സും ഇട്ട് ഒരു സവാള അരിഞ്ഞതും കുറച്ച് പുതിനയിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റി. അതിനുശേഷം ഞാനൊരു 1 കപ്പ് ബസ്മതി റൈസാണ്, അതൊരു 30 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്, അതിട്ടു. പിന്നെ 1/2 കപ്പ് ഗ്രീൻ പീസും ഇട്ടതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ അടച്ച് ഒറ്റ വിസിലടുപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഇത് നമ്മൾ മസാല ദോശയുടെ ഫില്ലിംഗ് ഇല്ലേ, അത് തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ രാവിലെ മസാല ദോശയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫില്ലിംഗ് ഉപയോഗിച്ചിട്ട് ദോശമാവ് ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് സ്നാക്കാക്കാമെന്ന് കരുതി. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് ദോശമാവ് ഒഴിച്ചു, പിന്നെ മസാല ദോശയുടെ ഫില്ലിംഗ് ഇട്ടു, പിന്നെ അതിന് മുകളിൽ വീണ്ടും മാവ് ഒഴിച്ചു. അങ്ങനെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ അതങ്ങ് ചുട്ടെടുത്തു. ഇനി നമുക്ക് ലഞ്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിലേക്ക് റൈസ് ഇട്ടു, പിന്നെ പനീർ കറി ഇട്ടു, പിന്നെ അതിന് ശേഷം സ്നാക്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ കാണാം. ബൈ.